അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ കറിയാണ് വെക്കാൻ വേണ്ടി പോകുന്നത്. കുറച്ച് ചിക്കനേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം നമ്മൾ മുന്ദ്ര മാർക്കറ്റിൽ പോയപ്പം വാങ്ങിയ ചിക്കനാണ്. അപ്പം ഒരാഴ്ചത്തേക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള നോൺ വെജ് എല്ലാം പുറത്തുനിന്ന് മേടിക്കും. മീനും ചിക്കനും അങ്ങനെയെല്ലാം മേടിച്ച് വെക്കും. അപ്പോൾ അതിൽ നിന്ന് ഇച്ചിരി എടുത്തേ നമ്മൾ കറി വെക്കുള്ളൂ. എന്നാൽ മാത്രമേ ഒരാഴ്ച നമുക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇച്ചിരി ചിക്കൻ എടുത്തിട്ട് ഒരു അത്യാവശ്യം കുറച്ച് നീട്ടിയിട്ടൊരു കറി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉരുളക്കിഴങ്ങ് ഒരെണ്ണം എടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. അതിലൂടെ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ചിക്കൻ ഇടുക. എന്നിട്ട് കുറച്ച് പച്ചമുളക് അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് ഉണക്കിയിട്ട് കൊണ്ടുവന്ന കറിവേപ്പിലയാണ്. നന്നായിട്ട് കഴുകിയിട്ട് നല്ല വെയിലിൽ ഉണക്കിയെടുത്ത കറിവേപ്പിലയാണ്. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുന്നു. എന്നിട്ട് നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടണം. ബാക്കിയൊക്കെ നമുക്ക് വറുത്തരച്ചിട്ട് ചേർക്കാം. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു. പിന്നെ ഇതും നമ്മൾ നാട്ടിലത്തെ മില്ലിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ചിക്കൻ മസാലയാണ്. അത്യാവശ്യം നല്ല ചിക്കൻ മസാലയാണ്. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇതിനകത്തോട്ടിടാം. ഇച്ചിരി വെള്ളം നമ്മൾ ഒഴിക്കുന്നുണ്ട്, കുറച്ച് വെള്ളം. കുക്കർ മൂടി വെച്ച് ഒരൊറ്റ വിസിലിന് ഇത് വേവുന്ന സമയത്ത് നമുക്ക് തേങ്ങയൊക്കെ വറുത്ത് ഉള്ളത് ചൂടാക്കിയിട്ട് അരച്ചെടുക്കാം. അതുപോലെ തന്നെ ഉള്ളിയും നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് നാട്ടിൽ നിന്ന് ഞാൻ നല്ലോണം മൂപ്പിച്ച് വറുത്ത് കൊണ്ടുവന്ന തേങ്ങയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇച്ചിരി എടുക്കുന്നുള്ളൂ. നമുക്ക് കുറേ ദിവസം എത്തിക്കണ്ടല്ലേ, അതുകൊണ്ട് കുറച്ചെടുത്ത് മല്ലിപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് നമുക്ക് നല്ലോണം ചൂടാക്കിയെടുക്കാം. അപ്പോൾ തേങ്ങ ഇട്ടു. അതിലോട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ഇടുന്നു. നമ്മൾ കുരുമുളക് ഇടുന്നതുകൊണ്ട് കുറച്ച് മുളക് പൊടി ഇടുന്നുള്ളൂ. അതുപോലെ മല്ലിപ്പൊടി, കുറച്ചുകൂടി ഇടാം മല്ലിപ്പൊടി. പിന്നെ കുരുമുളക് പൊടിയും കൂടെ ഇടാം. എന്നിട്ട് ഇത് നന്നായിട്ട് ചൂടാക്കിയെടുക്കണം. അപ്പം നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ചൂടാക്കിയത് നമ്മൾ അരയ്ക്കാൻ വേണ്ടി ഒരു ജാറിനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അതേ പാനിൽ നമ്മൾ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലോട്ട് നമ്മൾ ഉള്ളിയിട്ട് നല്ലോണം മൂപ്പിച്ചെടുക്കാം. ചിക്കനകത്ത് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല, അതുകൊണ്ട് രണ്ടും കൂടി ആവശ്യമായിട്ട് ഉപ്പ് ഞാൻ ഇതിനകത്ത് ഇടുന്നുണ്ട്. അരച്ച് വെച്ചത് നമ്മൾ ഇതിനകത്തോട്ട് ചേർത്തു. നല്ല വെള്ളവും കൂടെ കുറച്ച് ഒഴിച്ചേക്കാം. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഇടുക. സമയത്ത് ഇതിലോട്ട് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ മിക്സ് ചെയ്തിടുക. അപ്പം നമ്മുടെ സൂപ്പർ വറുത്തരച്ച ചിക്കൻ കറി റെഡിയാണ്. ചപ്പാത്തിയുടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല സൂപ്പറായിട്ടുള്ള കറിയാണിത്.